നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. വൃദ്ധസദനങ്ങൾക്ക് ഇതാ മറുവശം. വൃദ്ധസദനങ്ങൾ പോലെ തന്നെ കൂണുകൾ പോലെ മുളയ്ക്കുന്ന ഈ നാടിന്റെ ഭാഗമാകുകയാണ് അമ്മത്തൊട്ടിലുകൾ. സംസ്ഥാനത്തെ എല്ലാ ജില്ലാ ആശുപത്രികളിലും അമ്മത്തൊട്ടിലുകൾ സ്ഥാപിക്കുകയാണ്. അല്ല, സ്ഥാപിച്ചു കഴിഞ്ഞു. അനാഥ ബാല്യങ്ങളെ ഉറക്കാനായി അമ്മത്തൊട്ടിലൊരുങ്ങുമ്പോൾ നമ്മുടെ സംസ്കാരവും വിദ്യാഭ്യാസ നിലവാരവും പ്രതിക്കൂട്ടിലാകുന്നു. ഈ കുഞ്ഞിനെ ജനിപ്പിക്കാൻ കേവലം ലൈംഗിക സുഖങ്ങൾ കാരണമാകുമ്പോൾ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ശരണം അമ്മത്തൊട്ടിലാകുന്നു. അവിഹിത ഗർഭവും ബലാത്സംഗവും സീരിയലുകളിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ യാഥാർത്ഥ്യത്തിലേക്ക് എത്തുന്നതാണ് അമ്മത്തൊട്ടിലുകൾ കൂടാൻ കാരണമാകുന്നത്. ഇനി അവിഹിതത്തിൽ പിറന്ന കുഞ്ഞിനെ ഉറുമ്പുകൾക്കും ചെന്നായ്കൾക്കും തിന്നാൻ വഴിയിൽ ഉപേക്ഷിക്കേണ്ട, പുഴയിൽ തള്ളേണ്ട. ഇതാ സർക്കാരിന്റെ കുട്ടയുണ്ട്, അവിടെ ഇട്ടുപോകാം. അമ്മത്തൊട്ടിൽ വരുമ്പോൾ ഒരുപാട് സാമൂഹിക ചോദ്യങ്ങൾ ഉയർത്തുന്നു. MLA-മാരിൽ തുടങ്ങി പാർട്ടി ഓഫീസുകളിൽ വരെ ഗർഭമുണ്ടായി നിഷ്കളങ്കരായ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുമ്പോൾ അവർക്ക് പാർക്കാൻ ഇനി അമ്മത്തൊട്ടിലുകൾ കൂടുതൽ പണിയേണ്ടി വരും. മലയാളിയുടെ സംസ്കാരത്തിന്റെ അപചയമാണ് ഇങ്ങനെ പെറ്റ ചോരയിൽ കുഞ്ഞിനെ വലിച്ചെറിയുന്ന അമ്മ സംസ്കാരം. കുരുന്നുകൾ സുരക്ഷിതമായി കരങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിനാണ് ശിശുക്ഷേമ സമിതി സംസ്ഥാനത്തുടനീളം അമ്മത്തൊട്ടിലുകൾ സ്ഥാപിച്ചത്. ഒരാൾ ജന്മമെടുക്കുന്നത് അയാൾ ആഗ്രഹിച്ചിട്ടോ അയാളുടെ പ്രയത്നം കൊണ്ടോ അല്ല. ഭൗതികമായ തലത്തിൽ അച്ഛനും അമ്മയും മാത്രമാണ് അതിന് ഉത്തരവാദി. ഇക്കഴിഞ്ഞ 16-ന് മണ്ണൂർ നഗരിപ്പുറത്ത് ചോരക്കുഞ്ഞിനെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. തുടർന്ന് വലിയ കോലാഹലങ്ങൾ ഉണ്ടായി. പീഡന വിവരം മറച്ചുവെക്കാൻ നവജാത ശിശുവിനെ ഉപേക്ഷിച്ച യുവതിക്കെതിരെ കേസ് വന്നു. ചെർപ്പുളശ്ശേരി പാർട്ടി ഓഫീസിൽ നടന്ന പീഡനത്തിനിരയായ യുവതിക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നതെന്ന പ്രചരണത്തോടെ സംഭവത്തിന് വലിയ രാഷ്ട്രീയ മാനം കൈവന്നു. നേരത്തെ ആലപ്പുഴ ജില്ലയിൽ കുട്ടികളെ കുറ്റിക്കാട്ടിലും തെരുവോരങ്ങളിലും ഉപേക്ഷിക്കപ്പെട്ടു എന്ന നിരവധി വാർത്തകൾ വന്നിരുന്നു. അമ്മയുടെ വാത്സല്യം നുണയേണ്ടി വരുന്ന സമയത്ത് അനാഥമാക്കപ്പെടുന്ന ബാല്യം അതിന് കാരണക്കാരായവർ ചെയ്യുന്ന വലിയ പാപമാണ്. എന്നാൽ എന്തുകൊണ്ടൊക്കെയോ വിദ്യാഭ്യാസത്തെ ഉന്നത നിലവാരം പുലർത്തുന്നു എന്ന് അവകാശപ്പെടുന്ന കേരളീയരിൽ ഇത്തരം പ്രവണതകൾ കൂടി വരുന്നതായി കാണുന്നു. ഇത് തികച്ചും മൂല്യച്യുതി തന്നെയാണ്. ആ മൂല്യച്യുതി ഉണ്ടായിരിക്കുന്നത് സമ്പത്തിലോ വിദ്യാഭ്യാസത്തിലോ അല്ല, മറിച്ച് സംസ്കാരത്തിലെ നേർക്കാഴ്ചയാണ്. തെരുവിൽ ചുംബിക്കാൻ അവകാശം തേടി സമരം നടത്തുന്ന കണ്ടുപിടിക്കുന്ന ഒരു യുവതലമുറയിൽ നിന്ന് ഇതിൽ കൂടുതൽ എന്തു പ്രതീക്ഷിക്കാനാണ്? ആർത്തവ വിപ്ലവം നടത്തുന്നുവെന്ന് മാത്രമല്ല, രഹസ്യ ശരീരഭാഗത്തിന്റെ രൂപത്തിൽ കവാടം നിർമ്മിച്ച് ഒരു ദേശത്തിന്റെ ഭരണാധികാരിയെ ആ കവാടത്തിലൂടെ ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിക്കുന്ന മാനസിക നിലയെപ്പറ്റി നാം ഏറെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മധുരതരമായി തോന്നുന്ന പലതും രഹസ്യമായി ഒളിപ്പിച്ചു വെച്ച് അങ്ങനെ ചില കർമ്മങ്ങളുടെ മൂല്യം വർദ്ധിപ്പിക്കുന്ന അതിമധുരതരമായ ഒരു സംസ്കാരം നമുക്കുണ്ട്. അത് ലോകോത്തരമാണ്. ആ സംസ്കാരം ശരിയാവണ്ണം പഠിപ്പിക്കാതിരിക്കുകയും പഠിക്കാൻ ശ്രമിക്കാതിരിക്കുകയും ചെയ്യുന്നതാണ് അമ്മത്തൊട്ടിലുകളുടെ എണ്ണം വർദ്ധിക്കാൻ കാരണമാകുന്നത്. കേരളത്തിൽ അസഹനീയമാവണ്ണം നവോത്ഥാനവും സ്വതന്ത്ര ബോധവും പെരുകുകയാണ്. അതിനൊപ്പം അശുഭകരമായ നിരവധി സംഭവങ്ങൾ ഉണ്ടാകുന്നു. നവോത്ഥാനം എന്നത് ഉണ്ടാക്കിയെടുക്കേണ്ട ഒന്നല്ല, തനിയെ ഉണ്ടായി വരേണ്ട ഒരു പ്രക്രിയയാണ്. അടിസ്ഥാന വ്യവസ്ഥയിൽ മാറ്റം വരുമ്പോൾ നവോത്ഥാനവും സ്വാതന്ത്ര്യ ബോധവും തനിയെ ഉണ്ടായി വരും. ഇല്ലാത്ത ഒന്ന് പുതിയതായി ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചാൽ അതിനെ ഉൾക്കൊള്ളാൻ തക്കവണ്ണം ഒരു ശരീരവും മനസ്സും ആവശ്യമാണ്. അതില്ലാതെ ആകുമ്പോഴാണ് ജാരസന്തതികളുടെയും എണ്ണം വർദ്ധിക്കുകയും ചോരക്കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കേണ്ടി വരികയും ചെയ്യുന്നത്. ഇത്തരം നീച പ്രവർത്തികൾക്ക് ഓശാന പാടുന്നവർ ഒരു സമൂഹത്തെ മുഴുവൻ കാർന്നു തിന്നുകയാണ്. ഇത്തരം സാഹചര്യത്തിൽ എത്ര നവോത്ഥാന സമരങ്ങൾ നടത്തിയാലും ഉച്ചകോടി നടത്തിയാലും അമ്മത്തൊട്ടിലുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഇതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട മറ്റൊന്നുകൂടിയുണ്ട്. മക്കളുടെ സ്നേഹവും ദയാപൂർണമായ പരിചരണവും കിട്ടേണ്ട സമയത്ത് അനാഥാലയങ്ങളിലോ വൃദ്ധസദനങ്ങളിലോ തെരുവോരങ്ങളിലോ ക്ഷേത്ര സങ്കേതങ്ങളിലോ ഉപേക്ഷിക്കപ്പെടുന്ന വാർദ്ധക്യം അനുഭവിക്കുന്ന ഈ ദുരവസ്ഥ കൺമുന്നിൽ കണ്ടുകൊണ്ട് വേണം നാം അമ്മത്തൊട്ടിലെ രോദനവും വൃദ്ധസദനത്തിലെ മർമ്മരവും ക്രമമായി ശ്രവിക്കാൻ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.